ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർത്തി മുകേഷ് അംബാനി മുന്നേറുമ്പോൾ സഹോദരൻ അനിൽ അംബാനിയുടെ തകർച്ച എന്നും ചർച്ചാ വിഷയമാകാറുണ്ട്. മുകേഷിന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ അനിൽ എത്തിയപ്പോൾ ധരിച്ചിരുന്ന സാധാരണ വേഷങ്ങൾ അനിലിന്റെ പൂർണ്ണ തകർച്ചയുടെ തെളിവായി വിലയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ സാമ്രാജ്യം അടിയറവ് വെക്കാൻ തയ്യാറല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അനിൽ അംബാനി. പ്രതിസന്ധികൾ നേരിടുന്ന അനിൽ അംബാനിയുടെ കമ്പനിക്ക് പുതിയ ഡീൽ ലഭിച്ചെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. JSW റിന്യൂവബിൾ എനർജിയുടെ 132.9 കോടി രൂപ വരുന്ന ഓർഡറാണ് അനിൽ അംബാനിയുടെ റിലയൻസ് പവർ നേടിയത്. മഹാരാഷ്ട്രയിൽ 45 MW വിൻഡ് പവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഓർഡർ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ വില കുതിച്ചിരുന്ന റിലയൻസ് പവർ അതിനുശേഷം ഇടിവ് നേരിട്ടിരുന്നു. 2020 മാർച്ചിൽ 1.13 രൂപയായിരുന്നു ഈ ഓഹരിയുടെ വില. എന്നാൽ ഇപ്പോൾ ഓഹരി വില 26.05 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, DBS ബാങ്ക് എന്നിവിടങ്ങളിലെ കടബാധ്യത തീർത്ത ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് റിലയൻസ് പവർ നടത്തുന്നത്. ഇതിനായി 400 കോടി രൂപയുടെ കടമാണ് കമ്പനി തിരിച്ചടച്ചത്. ഇതിലൂടെ ആകെ കടബാധ്യതയുടെ 30 മുതൽ 35% വരെ പേയ്മെന്റ് നടത്തുകയും ചെയ്തു. JC ഫ്ലവേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് 22,100 കോടി രൂപയുടെ കടം തിരിച്ചടയ്ക്കാനും റിലയൻസ് പവർ ശ്രമിക്കുന്നുണ്ട്. ഈ വർഷം തുടക്കത്തിൽ THDC ഇന്ത്യയുടെ 128.39 കോടി രൂപയുടെ ഓർഡറുകളും റിലയൻസ് പവർ നേടിയിരുന്നു. കടബാധ്യതയിൽ നിന്ന് കരകയറാൻ ശ്രമം നടത്തുന്ന അനിൽ അംബാനിക്ക് ദിവസങ്ങൾക്ക് മുൻപ് വന്ന സുപ്രീം കോടതി ഉത്തരവ് തിരിച്ചടി നൽകിയിരുന്നു. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെട്രോ വിഭാഗമായ ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡും ഡൽഹി മെട്രോ കോർപ്പറേഷനും തമ്മിലുള്ള തർക്കത്തിൽ ആർബിട്രേഷൻ തുകയായി DAMEPLന് ലഭിക്കാനിരുന്ന 8,000 കോടി രൂപ DMRC നൽകേണ്ടതില്ലെന്നാണ് കോടതി വിധിച്ചത്. മാത്രമല്ല DARC നൽകിയ 33,000 കോടി രൂപ അനിൽ അംബാനിയുടെ കമ്പനി തിരികെ നൽകാനും ഉത്തരവിട്ടിരുന്നു. ഇതുകൂടാതെ അനിൽ അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ക്യാപിറ്റൽ ഹിന്ദുജ ഗ്രൂപ്പിന് കീഴിലുള്ള ഇൻഡസ് ഇൻഡ് ഇന്റർനാഷണൽ ഹോൾഡിംഗ്സുമായി നടത്താൻ തീരുമാനിച്ച ഇടപാടുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധി നേരിട്ടിരുന്നു. കടം കയറിയ റിലയൻസ് ക്യാപിറ്റൽസിന്റെ 9,650 കോടി രൂപയുടെ ഏറ്റെടുക്കൽ നടപടികൾ ഇൻഷുറൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററായ IRDAI വിലയിരുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ഇത്തരം തിരിച്ചടികൾക്കിടെ തന്റെ കമ്പനികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുന്നത് അനിൽ അംബാനിക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്.